എൻ്റെ ചുണ്ടുകളിൽ നിന്റെ ചുംബനങ്ങളുടെ മുദ്ര ചാർത്തുക. എന്തെന്നാൽ നിന്റെ അനുരാഗം വീഞ്ഞിനേക്കാൾ മധുരതരമത്രേ. നിന്റെ സുഗന്ധലേപനങ്ങളെക്കാൾ അത് ലഹരി പകരുന്നു. അവൻ കുട്ടിയല്ലേ ചേച്ചി, കാര്യങ്ങളൊന്നും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ. അവന്റെ കണ്ണിൽ ഇതൊക്കെ വെറും അക്കങ്ങൾ മാത്രമാണ്, കുറച്ച് കടലാസുകൾ. മഞ്ഞുമൂടിയ കാനഡയിലെ ഏതോ ഒരു തെരുവിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടി പോലൊരു വീട് വാങ്ങാൻ എന്റെ ഈ വലിയ ആകാശത്തെ അവൻ വിൽക്കുകയാണ്, എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നുവെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നാം വിചാരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു സാധാരണ ചക്രവർത്തി ആയിരുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറും ഖലീൽ ജിബ്രാനും അവനെ ചെറുപ്രായം മുതൽ സ്വാധീനിച്ച എഴുത്തുകാരായിരുന്നു. 18 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ വീട്ടിലെത്തുന്നത്. ചെറുപ്പത്തിലെ അപ്പച്ചൻ നഷ്ടപ്പെട്ട എനിക്ക് സോളമൻ ഭർത്താവ് മാത്രമായിരുന്നില്ല, ഒരു പിതാവിൻ്റെ സംരക്ഷണം കൂടി അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ മനുഷ്യനെ ഇത്തരം ഹാലൂസിനേഷനിലേക്ക് കൊണ്ടുപോകാം, പ്രത്യേകിച്ചൊരു സാഹിത്യ അഭിരുചിയുള്ള ആളെന്ന നിലയ്ക്ക്. സഹോദരി, സോളമൻ്റെ കാഴ്ചകൾ നമ്മളെപ്പോലെ ആകണമെന്നില്ല. എനിക്ക് വേണ്ടി ഫണ്ടിറക്കിയവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ റഷീദിന്? 1-2 കോടിയല്ല അവരിതിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാനും ഞങ്ങൾക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഭൂമിയുടെ അറ്റം വരെ കുഴിക്കും. പാതിരിമാർ പള്ളിയുടെ കാര്യം നോക്കിയാൽ മതി. കാറ്റിനെയും കടലിനെയും തടുത്തു നിർത്താനാവില്ല. മാമ്പിള്ളി, നിങ്ങൾ പണത്തിന് വേണ്ടിയാണ് ഈ അക്രമം നടത്തുന്നത്. ഈ മണ്ണിന്റെ അടിവേരുകളിലൂടെ അപ്പച്ചൻ നടക്കുകയാകും. പപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു മോനെ. സാമിന്റെ ഭാര്യയുടെ അപ്പച്ചനെ മുന്നിൽ നിർത്തിയാണ് അയാൾ ഈ ചതി നടത്തിയത്. എങ്ങനെയാണ് നിനക്ക് ഇവിടം വിട്ട് പോകാനാവുന്നത്? നിന്നോട് വിട ചൊല്ലാൻ എനിക്കാകില്ല. കാരണം ഞാൻ നിന്റെ ആത്മാവല്ലയോ.